ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം നടത്തണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ക്ഷേത്ര ജീവനക്കാർക്കുള്ള ശമ്പള പരിഷ്കരണം എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിലെത്തിക്കണമെന്നും മലബാർ ദേവസ്വം സമഗ്ര നിയമം എത്രയും പെട്ടെന്ന് പാസാക്കണമെന്നും ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് NSS ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് U തമ്പാൻ നായരുടെ അധ്യക്ഷതയിൽ മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി KT അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സമ്മേളനം നടത്തി. പിന്നെ അടുത്ത 3 വർഷം കൂടുമ്പോഴാണ് നമ്മൾ സമ്മേളനങ്ങൾ നടത്തുന്നത്. ആ സമയത്താണ് നമ്മളിത് റിപ്പോർട്ട് വയ്ക്കുന്നത്. അംഗങ്ങൾക്ക് അതിന് ചർച്ചയ്ക്കും അഭിപ്രായങ്ങളും നമ്മുടെ സംഘടനയുടെ അടുത്ത 3 വർഷത്തെ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതും അതിൻ്റെ സംഘടന പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വട്ടുപെട്ട പോരായ്മകളെ പരിഹരിച്ചു പോകുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. മലബാർ ദേവസ്വം കാസർഗോഡ് ഡിവിഷൻ ചെയർമാൻ KV സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KV സുരേന്ദ്രനെ ചടങ്ങിൽ വെച്ച് ജില്ലാ കമ്മിറ്റി ആദരിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസന്നകുമാരി, എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം M സദാനന്ദൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി കമലകാന്തൻ സ്വാഗതം പറഞ്ഞു. ഉണ്ണി പാലത്തിങ്കാൽ നന്ദിയും പറഞ്ഞു. കൺവെൻഷനിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി U തമ്പാൻ നായരെയും വൈസ് പ്രസിഡന്റായി അനിൽകുമാർ, KV സുരേന്ദ്രൻ എന്നിവരെയും, സെക്രട്ടറിയായി M സദാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിയായി കമലകാന്തൻ, മോഹനൻ തൃക്കണ്ണാട്, ട്രഷററായി ഉണ്ണി പാലത്തിങ്കാലിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.